ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. കവി തിലകൻ പണ്ഡിറ്റ് KP കറുപ്പൻ മാസ്റ്ററുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ജന്മദിന വിളംബര ഘോഷയാത്ര നടത്തി. പുത്തൻവേലിക്കര ശ്രീ കുരുന്നിലാക്കൽ ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്ര വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ആനാപ്പുഴ ജംഗ്ഷനിൽ എത്തിച്ചേർന്നു. തുടർന്ന് പണ്ഡിറ്റ് KP കറുപ്പൻ സ്ക്വയറിൽ പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടത്തി. എല്ലാവരും വർഷ K. ജോഷി, KN ജ്യോതിഷ്, ഡോക്ടർ G. ഉഷാകുമാരി, ബക്കർ മേത്തല, AN ശ്രീകുമാർ, തങ്കരാജ് ആനാപ്പുഴ, KR വിദ്യാസാഗർ, അഡ്വക്കേറ്റ് VS ദിനൽ, LC പോൾ, KA സുനിൽകുമാർ, ഫ്രാൻസിസ് ബേക്കൻ, VM ജോണി, KS സുജിത്, PB മുരളി മോഹൻ എന്നിവർ സംസാരിച്ചു. വീര്യം കൊണ്ടും ഒരു കാലഘട്ടത്തെ നവോത്ഥാനത്തിലേക്ക് നയിക്കുകയും ഒരു സമൂഹത്തെ ഉണർത്തുകയും ഉയർത്തുകയും ഉത്തേജിപ്പിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവിധ ആവിഷ്കാരങ്ങളും നിലനിൽക്കുന്ന വ്യവസ്ഥിതിക്കെതിരായ പോരാട്ടത്തിന് ഉപയോഗിക്കുകയും ചെയ്ത പ്രതിഭാശാലിയായ പോരാളിയായിരുന്നു പണ്ഡിറ്റ് കവി KP കറുപ്പൻ തിലകൻ മാസ്റ്റർ അവർ. തിലകൻ സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അധ്യാപകനായിരുന്നു, കവിയായിരുന്നു, നിയമസഭാ സാമാജികനായിരുന്നു. അദ്ദേഹം പ്രവർത്തിച്ച മേഖലകളിലൊക്കെ തന്റേതായ വ്യക്തിപ്രഭാവം കൊണ്ട് അധികാര കേന്ദ്രങ്ങളെ നിരന്തരം ശല്യപ്പെടുത്തിയിരുന്ന ഒരാളാണ്. ആ ശല്യപ്പെടുത്തലില്ലായിരുന്നു എങ്കിൽ ഇന്ന് ഈ സമൂഹത്തിന് ഇതേപോലുള്ള ഒരു സമനില അനുഭവിക്കാനുള്ള അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു അവസ്ഥ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങൾ, അദ്ദേഹം അനുഭവിച്ച സമരമുന്നേറ്റങ്ങളിൽ പല സന്ദർഭങ്ങളിലും ഉണ്ടായ എതിർപ്പുകളിൽ നിന്നേറ്റ മുറിവുകളിൽ നിന്ന് വാർന്ന ചോരകൾ, ഇതൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. അദ്ദേഹം പാടിയതത്രയും ഈ നാട്ടിലെ അധസ്ഥിതർക്ക് വേണ്ടിയായിരുന്നു. അദ്ദേഹം പ്രസംഗിച്ചതത്രയും ഈ നാട്ടിലെ താൻ ഉൾക്കൊള്ളുന്ന ധീവര സമൂഹത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല. പുലയരുൾപ്പെടെ, പറയരുൾപ്പെടെ, സാമ്പവരുൾപ്പെടെ, ഈഴവരുൾപ്പെടെ എല്ലാവിധ സമൂഹത്തെയും അപ്ലിഫ്റ്റ് ചെയ്യുന്നതിനു വേണ്ടി അന്ന് നിലനിന്നിരുന്ന ഐത്തം എന്ന് പറയുന്ന ഭീകരമായ അവസ്ഥയെ തുടച്ചു നീക്കിക്കൊണ്ട് സാമൂഹ്യക്രമത്തിൽ അവരെ മുന്നണിയിലെത്തിക്കുന്നതിനു വേണ്ടി, അധികാര സ്ഥാനങ്ങളിൽ എത്തിക്കുന്നതിനു വേണ്ടി, ഉദ്യോഗങ്ങളിൽ സംവരണത്തിനു വേണ്ടി പോരാടിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം.